ഞാനൊരു കഥ പറയാം. ഞാനൊരു യാത്ര പോവാണ് ഒരു സ്ഥലത്തേക്ക്. അപ്പോ ബസ് സ്റ്റോപ്പിൽ നിൽക്കാണ്. ആ ബസ് സ്റ്റോപ്പില് നല്ലൊരു കോട്ടും ഷൂട്ടൊക്കെ ഇട്ട ഒരു വ്യക്തിയുണ്ട്. നല്ല ഷൂ ഒക്കെ ഇട്ട് മുടിയൊക്കെ ചീകി ഭയങ്കര വൃത്തിയിലൊക്കെ നടക്കുന്ന ഒരാൾ. ഞാൻ പോയി ചോദിച്ചു, സാർ നിങ്ങൾ എവിടേക്കാ വെച്ചപ്പോ ആള് പറഞ്ഞു അങ്ങനൊന്നുമില്ല. പക്ഷെ ചോദിച്ചപ്പോഴോ ആൾക്ക് എവിടെ പോകുന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല. നമ്മളപ്പോ തന്നെ വിലയിരുത്തി, അയ്യേ ഇതെങ്ങനെ ഇയാൾക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ രക്ഷപ്പെടാം, ആ ചിന്ത നമുക്ക് വരും. യെസ്, അയാൾക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഇല്ല. ബട്ട് ആൾ ഡ്രസ്സിംഗ് ഒക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ നല്ല കഴിവും സ്കിൽസും നമ്മുടെ നല്ല കഴിവും ടാലന്റും നല്ല വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്. പക്ഷെ എവിടേക്ക് പോകണം, എന്ത് ചെയ്യണം എന്നൊരു ഒരു പിടുത്തവുമില്ല. സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യില്ല, പക്ഷെ ഒന്നും ഒരു ഉപകാരപ്രദമാവുന്നില്ല. ഓക്കെ, നമുക്ക് ഇന്ന് അതൊക്കെ ഉപകാരപ്രദമാക്കണ്ടേ? യെസ്, സ്റ്റാർട്ട് ചെയ്തോ നിങ്ങൾ. അപ്പോ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഡ്രീംസ് ആൻഡ് ഗോൾസ്. ഡ്രീംസ്, സ്വപ്നങ്ങൾ അഥവാ ലക്ഷ്യങ്ങൾ. സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണക്കാരനാവണം, അത് ഡ്രീം മാത്രമാണ്. എന്നാൽ 10 വർഷം കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അത് ഗോളാണ്. നമ്മളുടെ എന്ത് ചെയ്തു, ഡെഡ് ലൈൻ വെച്ചു, കറക്റ്റായിട്ട് ബിസിനസ് പറഞ്ഞു, എല്ലാം പറഞ്ഞപ്പോ അത് ഗോളായി മാറി. ഞാൻ പണക്കാരനെന്ന് പറഞ്ഞപ്പോ അത് ഗോളല്ല, സ്വപ്നം മാത്രമാണ്. സ്വപ്നം എന്നും സ്വപ്നമാവുകയുള്ളൂ. ഗോള് നമുക്ക് നേടാനായിട്ടുള്ള ഒരുപാട് സാധ്യതകൾ വളരെ കൂടുതലാണ്. നമ്മൾ ഈ ലോകത്തില് വിജയിച്ച പല ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു, വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു, എവിടേക്ക് പോകണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ. അവർ രാവിലെ എണീക്കുന്നത് തന്നെ ഫുള്ളി പ്ലാൻ ചെയ്തേക്ക് എണീക്കാൻ. രാവിലെ ആ ദിവസം മൊത്തം പ്ലാൻ ചെയ്യവര്, എവിടേക്ക് പോകണം, ആരെ കാണണം, സംസാരിക്കണം, എന്താണ് ഒക്കെ അവർക്ക് വിശദമായിട്ട് പ്ലാനിങ് ഉണ്ടാവും. അതുപോലെ നിങ്ങളും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കുക. ഓക്കെ, നിങ്ങൾക്കും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫ് ഒരിടത്ത് എത്തൂല. നമുക്കപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയാനൊന്നുമില്ല, നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്താ വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്, നമ്മളൊരു 4 കള്ളി ഉണ്ടാക്കാൻ പോകും, 4 കോളം. ഓക്കെ, ഫസ്റ്റ് കോളത്തിൽ എഴുതേണ്ടത് പ്രസന്റ് ലൈഫ്, കറന്റ് ലൈഫ്. ഫസ്റ്റ് കോളം കറന്റ് ലൈഫ്, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഫസ്റ്റ് കോളം എഴുതാം. ഓക്കെ, ജസ്റ്റ് ഹെഡിങ് കൊടുക്കുക. സെക്കൻഡ് കോളത്തിൽ എടുക്കേണ്ടത് ഷോർട്ട് ടേം ഗോൾ. തേർഡ് കോളത്തിൽ മിഡ് ടേം ഗോൾ. ഫോർത്ത് കോളത്തിൽ ലോങ് ടേം ഗോൾ. ഓക്കെ, ഫസ്റ്റ് കറന്റ് ആൻഡ് ഷോർട്ട്, മിഡ്, ലോങ്. ഇതാണ് നമ്മുടെ ഗോൾസ്. കറന്റിൽ എഴുതേണ്ടത് നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ, നിങ്ങളുടെ വെയിറ്റ് എത്രയാണ് എഴുതുക, നിങ്ങളുടെ വരുമാനം എഴുതുക, നിങ്ങളുടെ ബന്ധങ്ങൾ എഴുതുക. ഇതൊക്കെ ഒരു കള്ളിയിൽ എഴുതാം, ഫസ്റ്റ് കള്ളിയിൽ എഴുതാം. ഞാൻ പറയുന്നില്ല, നിങ്ങൾ എഴുതാം. സെക്കൻഡ് കോളത്തിലാണ് ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് കോളം വെച്ചാൽ ഷോർട്ട് ടേം ഗോൾ ആണ്. ഷോർട്ട് ടേം ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 to 10 മന്ത്, 6 to 10 മാസം ഉള്ള ഗോൾസ് എഴുതണം. നിങ്ങൾക്ക് 6 മാസം ഉണ്ടല്ലോ, ഈ 6 മാസത്തിൽ നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റും. ബോഡി 10 കിലോ കൂട്ടണം, അല്ലെങ്കിൽ 10 കിലോ കുറയ്ക്കണം ആഗ്രഹം, അത് എഴുതി വയ്ക്കുക. അവിടെ ആ ഗോൾ എഴുതി വയ്ക്കുക. ഡേറ്റ് എഴുതാം. ഇപ്പൊ ഇന്ന് ജൂൺ 1 ആണെങ്കിൽ അടുത്ത 6 മാസത്തിന് ശേഷം എന്നുവെച്ചാൽ ഡിസംബർ 1 തീയതി ഞാൻ ഇന്ന 10 കിലോ കൂട്ടും, 10 കിലോ വർദ്ധിക്കുന്ന എഴുതാം, 10 കിലോ കുറയ്ക്കുന്ന എഴുതാം. കറക്റ്റ് ഡേറ്റ് എഴുതാം. ഓക്കെ, ഇനി ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നവരുണ്ട്, പുതിയൊരു ഭാഷ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പൊ അത് അവിടെ എഴുതുക വിശദമായിട്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എഴുതാം. ഇത് 6 മാസോ അല്ലെങ്കിൽ 1 ഇയർ ഒക്കെ വെച്ച്. ഓക്കെ, സെറ്റായി. നെക്സ്റ്റ് കോളത്തില് നെക്സ്റ്റ് വെച്ചാൽ അടുത്തതാണ് മിഡ് ടേം ഗോൾ. മിഡ് ടേം ഗോൾ വെക്കേണ്ടത് നമ്മളുടെ ഒരു 5 to 10 ഇയർ ഗോള്. അതാണ് ബിഗ്ഗസ്റ്റ് ഗോൾ. നിങ്ങൾക്ക് ഒരു വീട് പണിയാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർ വാങ്ങിക്കാനോ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ, ഇതൊക്കെ അവിടെ എഴുതാം. ഓക്കെ, അവിടെ കറക്റ്റ് ആയിട്ട്. ഓക്കെ, ഇനി ലോങ് ടേം ഗോൾ. ലോങ് ടൈം ഗോൾ വെക്കേണ്ടത് നിങ്ങൾ 20 to 30 ഇയർ, 20 തൊട്ട് 30 വർഷമുള്ള ഗോൾസ്. അത് നിങ്ങൾ പറയും, അത് അത്ര ഗോളൊക്കെ വേണം. വെക്കൂ, നിങ്ങൾ ധൈര്യമായിട്ട് വെക്കൂ. കാരണം ചിലപ്പോൾ നിങ്ങളുടെ ആ ഗോളില് 30 വർഷമുള്ള ഗോള് ചിലപ്പോൾ നേരത്തെ തന്നെ വന്നാലോ. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ എല്ലാം സെറ്റായി, ലൈഫിൽ പണമൊക്കെ സമ്പാദിച്ചു, എല്ലാം സമ്പാദിച്ചു, ബന്ധങ്ങളുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ട്രിപ്പ് പോകണം, ആഗ്രഹമുണ്ട്, ടൂർ പോകണം, യാത്രകൾ പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ബന്ധുക്കളുമായിട്ട് ഹാപ്പി ആയിരിക്കണം. ഇതൊക്കെ അവിടെ എഴുതാം ഈ ഒരു ഭാഗത്തേക്ക്. ഓക്കെ, ഞാൻ ഒന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം എഴുതേണ്ടത് നിങ്ങളുടെ 6 മാസം ജോലി, 6 മാസം എന്തെങ്കിലും ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യണതോ, ജോലി നേടണതോ, അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡ് ചെയ്യണതോ, പുതിയൊരു റിലേഷൻ കണ്ടെത്തണതോ, എന്തോ ആവാം. 5 to 10 ഇയറില് നിങ്ങൾ കാർ വാങ്ങിക്കാനോ, വീട് വയ്ക്കാനോ, നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനോ, പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ, എന്തോ ആയിക്കോട്ടെ അവിടെ. ഇനി അടുത്തത് 20 to 30 ഇയർ. ആത്മീയമായിട്ടോ അല്ലെങ്കിൽ ട്രാവലിങ്ങോ, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ഈ ലാസ്റ്റ് ഉള്ളത്. അപ്പോ ലക്ഷ്യം വെച്ച് ഈ ഗോൾ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് ഡേറ്റ് വേണം, ഇയർ വേണം, മന്ത് വേണം. നിങ്ങൾ പലപ്പോഴും പറയും, പലരൊക്കെ പറയാറുണ്ട്, ഇത്ര വലിയ ഗോൾ വേണം എന്നൊക്കെ പറയും. ഗോൾ വേണം. ഗോൾ നിങ്ങൾ വലുതാക്കി വെക്കുക. വലുതാക്കും തോറും ചെറിയ ഗോളൊക്കെ ഇല്ലേ, നിങ്ങൾക്ക് വേഗം നേടാൻ പറ്റും. അതുകൊണ്ട് ഗോളിനെ എപ്പോഴും വലുതാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എപ്പോഴും കാണേണ്ട ബിഗ് തിങ്, കേട്ടില്ല, ബിഗ് തിങ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ബിഗ് തിങ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് വലിയ ആളാവണം, പണക്കാരനൊക്കെ ചിന്തിച്ചോളൂ, ധൈര്യമായിട്ട് എനിക്ക് കോടീശ്വരനാവണം. ഓക്കെ, ആയിക്കോളൂ, അങ്ങനെ പറയൂ. എപ്പോഴും ഞാൻ കോടീശ്വരനാണെന്ന് പറയുക. ഓക്കെ, ഇനിയാണ് ഇമ്പോർട്ടന്റ് ഏരിയ. നമ്മൾ ഗോളൊക്കെ എഴുതിയല്ലോ, ഈ ഗോള് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗോൾ എങ്ങനെ എഴുതാൻ പറയണം, ഗോള് എങ്ങനെ എഴുതണം നിങ്ങൾ തിരുത്തിക്ക് വേണമെങ്കിൽ
നമ്മൾ ഗോൾ എപ്പോഴും എഴുതുമ്പോൾ എനിക്കിതാവണം, ഞാനിതാവും, ആവണം ആവും അല്ല വേണ്ടത്, ഞാനിതാണ്. നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ബിസിനസ് മാൻ ആണ്. ഏത് ബിസിനസ് ആണോ നിങ്ങൾ ഇന്ത്യയിൽ ബിസിനസ്, ഇപ്പോൾ ഒരു ബിസിനസ് സ്വർണ്ണ ബിസിനസ് ആണെങ്കിൽ ഞാൻ സ്വർണ്ണ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് എഴുതുക. കറക്റ്റ് ആയിട്ട് അവിടെ എഴുതി വയ്ക്കുക. ഞാൻ ഇപ്പോൾ ഓൾറെഡി ആണത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി വേണമെന്നാഗ്രഹമില്ല, ഓൾറെഡി ഞാൻ ജോലി നേടുന്ന ആളാണ്. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ മൈൻഡ് വിശ്വസിക്കും. മൈൻഡ് ഇത് വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അത് നമ്മുടെ മൈൻഡ് അത് ബിലീഫ് ചെയ്യും. ഇത് ബിലീഫ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ മാറും. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം, രാവിലെ എണീക്കും, നിങ്ങൾ എങ്ങനെയാണ് ആ വ്യക്തി ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. അപ്പൊ എപ്പോഴും എഴുതേണ്ടത് പ്രസന്റിലായിട്ട് ഗോൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്തതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എന്തെങ്കിലും ഒരു പുതിയൊരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പഠിക്കണല്ലോ. അപ്പൊ നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നുള്ള നടപടി എഴുതണം. നിങ്ങൾ എന്തൊക്കെ ചെയ്യും ഈ ഗോളിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുള്ള അടുത്ത പോയിന്റ് ഇതാ, ഒരു പേപ്പർ ഇതാ നടപടി. എന്തൊക്കെ ചെയ്യും? എനിക്ക് PSC ആണെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കണം, ബുക്കുകൾ വാങ്ങിക്കണം, കോച്ചിങ്ങിന് പോകണം, വീഡിയോസ് കാണണം. ഇതൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒക്കെ ചെയ്യുക. പുതിയ ബിസിനസ് ആണെങ്കിൽ ബിസിനസ് പറ്റി പഠിക്കണം, അതിനെപ്പറ്റിയുള്ള ആൾക്കാരെ കാണണം, എന്തൊക്കെ ചെയ്യണം, എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം, സെയിൽസ് എങ്ങനെ ചെയ്യാം, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്തതിനു ശേഷം മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോകാൻ പാടുള്ളൂ. അപ്പോൾ എന്തിൽ വെക്കണമെങ്കിലും നടപടി വേണം, ആക്ഷൻ ഗോള്. ഇനി നിങ്ങളുടെ ചിന്തകളെ മാറ്റണം. നിങ്ങൾ കാണുന്ന കാഴ്ചകള്, കേൾക്കുന്ന കേൾവികള്, ചിന്തിക്കുന്ന ചിന്തകള്, ഇതെല്ലാം നിങ്ങളുടെ ഈ ഗോൾ റിലേറ്റഡ് ആയിരിക്കണം ഉറപ്പായിട്ടും. കാരണം നിങ്ങളുടെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ എന്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നുവോ അത് നിങ്ങളുടെ ചിന്തകൾ എന്ന് വരുന്നതാണ്. ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾക്കൊരു കളക്ടർ എന്ന ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും കളക്ടറിനെ പറ്റിയുള്ള വീഡിയോസ് കാണണം. കളക്ടർ എങ്ങനെ പെരുമാറും, കളക്ടർ എങ്ങനെ ജോലി ഭാരം എങ്ങനെയാണ്, കളക്ടർ എങ്ങനെയൊക്കെ ചെയ്യുന്നു, കളക്ടർ എങ്ങനെയൊക്കെ കാണുന്നു, കളക്ടർ എന്തൊക്കെ പറയുന്നു, ഇതൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അങ്ങനെ ആയി പിന്നെ നിങ്ങൾ തീരും. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ നിങ്ങളെല്ലാം മാറ്റണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവല്ലോ, നെഗറ്റീവായിട്ട് ഫ്രണ്ട് സർക്കിൾ, അതൊക്കെ മാറ്റിയിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരിക. പുതിയ വ്യക്തികള്, പുതിയ സാഹചര്യങ്ങള്, പുതിയ കൊണ്ടുവരാൻ ശ്രമിക്കാം. അങ്ങനെ ആകുമ്പോൾ ലക്ഷ്യങ്ങൾ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ ലൈഫിൽ നിങ്ങൾ ആ ലക്ഷ്യം നേടാൻ പറ്റും. ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.